നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ. ഇപ്പോൾ നമുക്കറിയാം, കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ടീമിന് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് വാസ്തവത്തിൽ ഒരു ബോംബാണ്. കാരണം ആ കത്തിന് പുറകിൽ അല്ലെങ്കിൽ ആ കത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തൻ്റെ കൈവശമുണ്ട്, താൻ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറാൻ തയ്യാറാണ്, പക്ഷേ അത് കൃത്യമായി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കണം. ഇത് രാജ്യത്തിന് പുറത്ത് വിദേശത്ത് ആഴത്തിൽ വേരുകളുള്ള ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ആ കത്തിൽ അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു, ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്ന ഈ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് വിദേശത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു വലിയ മാഫിയ സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളെ തനിക്ക് അറിയാം. ആ വ്യക്തി ഇതെല്ലാം പുറത്ത് പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല, പക്ഷേ പൂർണ്ണ സംരക്ഷണം കിട്ടുമെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് ചെന്നിത്തല ആ കത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഒരു വ്യവസായിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രവാസി മലയാളി ആയിരിക്കാം. എന്തായാലും ശരി, ആ ആളിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാം. പക്ഷേ ആ ആള് ഇത് ഒരു പത്രസമ്മേളനം നടത്തിയോ മറ്റോ ഇത് തുറന്നു പറയാൻ തയ്യാറല്ല. പരിപൂർണമായ സംരക്ഷണം കിട്ടുമെങ്കിൽ, അതായത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുമെങ്കിൽ അദ്ദേഹം SITയുമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ആ ആളിനെ ഈ അന്വേഷണ സംഘം ബന്ധപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ചെന്നിത്തല പറയുന്നത് അതാണ്, ആ ആളിനെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആളിനെ നേരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി മൊഴിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെയുള്ള പ്രൊസീഡിങ്സ്. ആ പ്രൊസീഡിങ്സിനെ കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ചെന്നിത്തലയുടെ ഈ കത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അദ്ദേഹത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അദ്ദേഹം തരുന്ന വിവരങ്ങൾ നിർണായകമാണ്. സ്വർണ്ണക്കൊള്ള ആര് നടത്തി, എന്തിന് നടത്തി, ഈ അമൂല്യ വസ്തുക്കൾ എങ്ങോട്ട് പോയി, സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളി, സ്വർണം പൊതിഞ്ഞ കട്ടള, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ, ഇതിൽ നിന്നെല്ലാം സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ആ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി, ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ ഈ പറയുന്ന തിരുവാഭരണ ശ്രേണിയിൽപ്പെട്ട നിരവധി വസ്തുക്കൾ അവിടെയുണ്ട്. ഭക്തർ കാഴ്ചവെച്ച അമൂല്യമായ വസ്തുക്കൾ അവിടെയുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും പട്ടിക നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. വില കൂടിയ കോടിക്കണക്കിന് വിലയുള്ള വൈഡൂര്യം മുതൽ ഇങ്ങോട്ട് ചെറിയ താലിപ്പൊട്ട്, സ്വർണത്തിൻ്റെ താലിപ്പൊട്ട് വരെ ഭക്തർ കാണിക്കയായി സമർപ്പിച്ചിട്ടുണ്ടാകും. അതൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ ആ വ്യക്തി തയ്യാറാണ്. പക്ഷേ അത് കേസിനെ ബാധിക്കും. അതുകൊണ്ട് SITക്ക് മുന്നിൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുമെങ്കിൽ അദ്ദേഹം ഇതെല്ലാം വെളിപ്പെടുത്തും, നിങ്ങൾക്ക് നിർണായക വിവരങ്ങൾ കൈമാറും, അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ കള്ളക്കടത്ത് സംഘത്തിന്, വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന് അല്ലെങ്കിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് സംസ്ഥാനത്തെ ചില പ്രമുഖ വ്യവസായികളുമായിട്ട് ബന്ധമുണ്ട്. ഇത് ചെന്നിത്തല കത്തിൽ എടുത്തു പറയുന്നു. ഏതാണ്ട് 500 കോടിയുടെ ഇടപാടാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. വെറുതെ പറയല, രേഖാമൂലം മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ഒരു കത്ത് നൽകണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സോളിഡ് പ്രൂഫ്, കോൺക്രീറ്റ് എവിഡൻസ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ്
രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഈ സർക്കാരിനെ കടപുഴക്കി എറിയാൻ കഴിയുന്ന ഒരു കൊടുങ്കാറ്റായി അത് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ആ കത്തിലെ വിവരങ്ങൾ ഞാൻ കുറച്ചുകൂടി വിശദമാക്കാം. 500 കോടിയുടെ ഇടപാട് നടന്നെന്നും ചെന്നിത്തല കത്തിൽ പറയുന്നു. കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറാണ്. ഇതേക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാം. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പങ്കുണ്ട്, കത്തിൽ ആരോപിക്കുന്നു. ഇന്നലെയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഈ കത്ത് SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഈ പുരാവസ്തു സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ മാഫിയ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിലെ അടക്കമുള്ള ഉന്നതർക്ക് ഈ കൊള്ളയുമായി, ഈ റാക്കറ്റുമായി ബന്ധമുണ്ട്. അത് അന്വേഷിക്കണം. മാത്രമല്ല പുരാവസ്തു സംഘങ്ങളെയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. ഇതും ചെന്നിത്തല ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ റൂട്ട് വളരെ ക്ലിയറാണ്. ചെന്നിത്തലയെ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്ദേഹം ഇത്തരത്തിൽ ഒരു കത്ത് SITക്ക് നൽകാൻ തയ്യാറായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം ആദ്യം തന്നെ വെളിപ്പെടുത്തിയത് ഭാരത് ലൈവാണ്. കാരണം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം പുറത്തു വന്നു. അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിലെ പുരാവസ്തുക്കൾ, വിഗ്രഹങ്ങൾ, അമൂല്യ വസ്തുക്കളൊക്കെ കൊള്ളയടിച്ച് കടത്തുന്ന ഒരു റാക്കറ്റിന് നേതൃത്വം നൽകിയ സുഭാഷ് കപൂറിനെ കുറിച്ച് ഹൈക്കോടതി പരാമർശിച്ചപ്പോഴേ ഞാൻ ഈ കാര്യം ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, അല്ലെങ്കിൽ ഈ കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നതാണ്. കാരണം ഇതിൽ വലിയ രാജ്യാന്തര മാനങ്ങളുള്ള റാക്കറ്റുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകും. കാരണം ശബരിമലയിലെ വസ്തുക്കൾ അമൂല്യമാണ്. അതിൻ്റെ പുരാവസ്തു മൂല്യം നമുക്ക് പെട്ടെന്നൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല. രാജ്യാന്തര തലത്തിൽ തന്നെ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടുന്ന കുൽസിത നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മതപരിവർത്തന ലോബികൾ ശ്രമിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് അവർ ഓരോ ശബരിമല സീസണും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അണിയറയിൽ നാടകങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓരോ ശബരിമല സീസൺ ആരംഭിക്കുന്നതിനും 1 മാസം മുമ്പേ, കൃത്യമായിട്ടൊരു സെപ്റ്റംബർ പകുതിയോടുകൂടി നമ്മുടെ നാട്ടിൽ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടും. മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും, ഇതാ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും, പ്രതിഷേധങ്ങൾ ആരംഭിക്കും. കുറെ പരിസ്ഥിതിവാദികളും അതിലേക്ക് വേണ്ടി തയ്യാറായിട്ട് രംഗത്ത് വരും. അവർ എന്തു ചെയ്യും? തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ബോർഡറുകളെല്ലാം, ആ ചെക്ക് പോസ്റ്റുകളിലെല്ലാം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരും. ശബരിമല കാലത്തേക്ക് സീസൺ ആരംഭിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ വരുന്ന തീർത്ഥാടകരെ അവിടെ തടയും. അവരെ കായികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ അതിന് ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഇത്രയൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ രാജ്യാന്തര മതപരിവർത്തന ലോബിക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിൽ ചെന്നിത്തല എഴുതിയിരിക്കുന്ന കത്ത് ഒരു വലിയ ബോംബാണ്. സംസ്ഥാന സർക്കാരിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും SIT ഈ കത്തുൾപ്പെടെയുള്ള വിവരങ്ങൾ കോടതിക്ക് കൈമാറുകയും അടുത്ത ഇടക്കാല റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതേക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈവശം ഉണ്ടാകണം എന്നുമുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കോടതിയുടെ നിയന്ത്രണത്തിൽ, കോടതിയുടെ നിരീക്ഷണത്തിൽ പുരോഗമിക്കുന്ന ഈ അന്വേഷണം തീർച്ചയായിട്ടും യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുമെന്ന് ശുഭപ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തരും ശബരിമല തീർത്ഥാടകരും. ശബരിമലയെ നശിപ്പിക്കാൻ നടക്കുന്ന ഓരോ ഗൂഢനീക്കവും പൊളിച്ച് അത് പരാജയപ്പെടുത്തി ശബരിമലയെ അതിൻ്റെ പഴയ പ്രൗഢിയോടുകൂടി എന്നെന്നും നിലനിൽക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്, ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട് എന്നാണ് അയ്യപ്പ ഭക്തരും ശബരിമല തീർത്ഥാടകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ശബരിമലയിൽ എന്തൊക്കെയോ ഗൂഢനീക്കങ്ങൾ നടന്നിരുന്നു, നടക്കുന്നുണ്ട്, ഇനിയും നടക്കും. ഇത് വിരൽ ചൂണ്ടുന്നത് ശബരിമലയെ തകർക്കാൻ ആരൊക്കെയോ എവിടെയൊക്കെയോ കർട്ടന് പുറകിലിരുന്ന് ശ്രമിക്കുന്നുണ്ട്, രംഗത്ത് വരാതെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
സർക്കാർ ഈ വിഷയത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യം SITക്ക് നൽകി ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്തായാലും മതപരിവർത്തന ലോബിയാണെങ്കിലും ശരി, വിഗ്രഹ കള്ളക്കടത്തുകാരാണെങ്കിലും ശരി, നിങ്ങൾക്ക് രക്ഷയില്ല, അയ്യപ്പൻ നിങ്ങളെ വിടുകയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയിലൂടെ ഈ പുറത്തു വന്ന കത്ത് അതാണ് സൂചിപ്പിക്കുന്നത്, അതാണ് വ്യക്തമാക്കുന്നത്. അയ്യപ്പ കോപത്തിന്റെ ഏറ്റവും നല്ലൊരു തെളിവ് കൂടിയാണത് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ.